ഇത്രയും നേരത്തെ എനിക്ക് തോന്നണേ ഇത്രയും ആൾക്കാർ വന്ന പൊങ്കാല കഴിഞ്ഞിട്ട് ഇത്രയും നേരത്തെ 8 മണി കഴിഞ്ഞപ്പോൾ തന്നെ നഗരം വൃത്തിയായി കഴിഞ്ഞു. ഈ വർഷം നല്ലതായിരിക്കും, നല്ല ആയിട്ട് പോകുന്നു. മഴ പെയ്ത് നഗരം ശുചീകരിക്കണമെന്ന കോർപ്പറേഷൻ തീരുമാനിച്ചത് കഴിഞ്ഞ വർഷത്തിനെക്കാട്ടി കുറച്ചും കൂടെ സ്പീഡപ്പായിട്ട് നമുക്ക് കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നുണ്ട്. ജീവനക്കാർക്ക് എല്ലാ സാധനങ്ങളും നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഫുഡ്, വെള്ളം ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് നമുക്ക് മെയിൻ ഓഫീസിൽ നമുക്ക് അനുവദിച്ചു തന്നിട്ടുള്ളത്. നമ്മുടെ വളരെ മനോഹരമായി ഭക്തിനിർഭരമായ സാഹചര്യത്തിൽ അധികാര പൊങ്കാല സമാപിച്ചുകൊണ്ടത്തെ കോർപ്പറേഷൻ ഏറ്റെടുത്ത ഉത്തരവാദിത്വത്തിന്റെ അവസാന ഘട്ടമായിട്ടുള്ള നഗര ശുചീകരണം 80% പൂർത്തിയായി. ഇനി ചില ഇടറോഡുകൾ മാത്രമാണ് പൂർത്തിയാകുന്നത്. നമുക്കറിയാം, വളരെ വലിയ തിരക്ക്, അഭൂതപൂർവമായ നഷ്ടത്തിന് പ്രവാഹം ഉണ്ടായിരുന്നതുകൊണ്ട് പക്ഷേ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ജലത്തിലേക്കേറിയ പൊങ്കാല ആയതുകൊണ്ട് തന്നെ എല്ലാ വാഹനങ്ങളും പട്ടണത്തിൽ നിന്നും പോകാൻ കുറച്ച് സമയം കൂടുതൽ എടുത്തതുകൊണ്ട് റോഡ് ബ്ലോക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മാലിന്യം കൊണ്ട് നിക്ഷേപിക്കാൻ പോയ ടിപ്പറുകൾ തിരിച്ചു വരാൻ വേണ്ടി പ്രതീക്ഷിച്ചതിനേക്കാൾ ഓരോ ടിപ്പർ അരമണിക്കൂർ വീതം വൈകിയത്. അതുകൊണ്ട് ഉള്ള ഇടറോഡുകളിലുള്ള മാലിന്യം മാത്രമാണ് ഈ മാറ്റി ഡംപിംഗ് യാർഡിലേക്ക് മാറ്റാനുള്ളത്. ബാക്കി 80% നഗരത്തിന്റെ ശുചീകരണം പൂർത്തിയായി കഴിഞ്ഞു. നമ്മൾ നിശ്ചയിച്ച സമയത്ത് തന്നെ കൃത്യമായ 8:30 തന്നെ ഈ സെക്രട്ടേറിയറ്റിന് മുൻപിൽ കൃത്രിമ മഴ പെയ്ച്ച് നഗരം ശുചീകരിക്കണമെന്ന കോർപ്പറേഷൻ തീരുമാനിച്ച് അതേ സമയത്ത് തന്നെ ചെയ്യാൻ സാധിച്ചു. ഞാൻ ഈ അവസരത്തിൽ നാളെ പത്രസമ്മേളനം നടത്തി എല്ലാവർക്കും നന്ദി അർപ്പിക്കുന്നത് ഉൾപ്പെടെയുള്ള പരിപാടികൾ നടത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ കൃത്യമായിട്ട് അവലോകനം ചെയ്ത് റിപ്പോർട്ട് പറയുന്നുണ്ട്. അതിനു മുൻപ് ഇതിനോട് സഹകരിച്ച എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. കോർപ്പറേഷൻ ഉദ്യോഗസ്ഥന്മാർക്ക് അതോടൊപ്പം തന്നെ സമൂഹത്തിലെ എല്ലാ വിഭാഗം ഞങ്ങൾ സഹകരിച്ചു. ഇപ്പോൾ 250 ലോഡ് വെള്ളം തിരുവനന്തപുരം പട്ടണം കഴുകി വൃത്തിയാക്കാൻ വേണ്ടി ഇവിടെ എത്തിച്ചിട്ടുണ്ട്. കൃത്രിമ മഴ പെയ്യുന്നു. അതോടൊപ്പം തന്നെ ഈ വർഷം മുതൽ അവരുടെ തന്നെ തരംഗിണി ഉൾപ്പെടെയുള്ളവർ ചെയ്യുന്ന ഗസ്റ്റ് കൂടി അത്തരത്തിലുള്ള പ്രയോഗങ്ങൾ നടത്തുന്നുണ്ട്. അത് ഞാനും കണ്ടിട്ടില്ല, ചെറിയ മനസ്സിലാവുന്നുള്ളൂ. എന്തായാലും സെക്രട്ടറിയും കൊണ്ട് രക്തചാരി പഠിക്കുമ്പോൾ ഡെപ്യൂട്ടി മേയറായിരുന്നു വെള്ളയമ്പലം. അതോടൊപ്പം തന്നെ പത്തിമതി സമ്പാദന വിഭാഗത്തിലെ സമ്പാദന വിഭാഗമുണ്ട്. നമ്മുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ രാധാകൃഷ്ണൻ, സിന്ധു ശശി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ, അതുൾപ്പെടെയാണ് സ്റ്റാച്ചു വന്നത്. ചെമ്മണ്ണൂർ വിജയനായിരുന്നു കമ്പാനൂർ ഉൾപ്പെടെ ആ പ്രദേശങ്ങൾ, കമ്പാനൂർ അരിസ്റ്റോ ബേക്കറിലേക്ക് ആ പ്രദേശങ്ങളിലൊക്കെ നേതൃത്വം മറ്റു ഇപ്പോഴും നിൽക്കുകയാണ്. ജലവും നേരിട്ട് കിളിപ്പാലം കരമന ഭാഗത്തുണ്ട്. അപ്പോൾ എല്ലാവരും നിശ്ചയിച്ച ഉത്തരവാദിത്തം കൃത്യമായി നിറവേറ്റുന്ന സെക്രട്ടറി രാവിലെ മുതൽ ഞങ്ങളോടൊപ്പം എല്ലാ സ്ഥലങ്ങളിലും ഇനിയും ഇടപെടലിലൊക്കെ പൂർത്തിയാക്കി എല്ലാവരും വീട്ടിൽ പോയതിനു ശേഷം മാത്രമേ ഞങ്ങൾ തിരിച്ചു പോവുകയുള്ളൂ. ഭക്ഷണമൊക്കെ ശുചീകരണ ജീവനക്കാർ എത്തിച്ചു കൊടുത്തു. എല്ലാം നടക്കുന്നത്. ബാക്കി കാര്യങ്ങൾ നാളെ വിശദമായി പറയാം. എന്തായാലും നമ്മൾ നഗരം കൃത്യമായി പറഞ്ഞ സമയത്ത് കഴുകി വൃത്തിയാക്കാനുള്ള നടപടികൾ ആരംഭിക്കുകയാണ്. ഇത്രയും നേരം സഹകരിച്ച എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അർപ്പിക്കുന്നു. ജനങ്ങൾക്കൊക്കെ നന്ദി അർപ്പിക്കുന്നു. നിർത്തുന്നു. നന്ദി. നമസ്കാരം. വിളക്കുകൾക്ക് ഉദാഹരണം ചെയ്യുന്നതിന് വേണ്ടി ഇവിടെ ബഹുമാനപ്പെട്ട മേയറെ മലയാളം സാധ്യത വളരെ കൂടുതലാണ്.
20% റോഡുകൾക്ക് മാത്രമേ കുറച്ച് മാലിന്യം മാറ്റാനുള്ളൂ. അത് ടിപ്പറുകൾ വരാൻ വേണ്ടി വൈകുന്നതുകൊണ്ടാണ് ഞങ്ങളുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരെല്ലാവരും തന്നെ ഓരോ സ്ഥലത്ത് നടത്തുന്ന ആശയായിരുന്നു കോർപ്പറേഷൻ ഓഫീസ് വെള്ളയമ്പലമൊക്കെ നടത്തുന്നത്. ശ്രീ മാറ്റി രാധാകൃഷ്ണൻ ഏറ്റവും ആദ്യം ക്ലീനിങ് പൂർത്തിയായ സ്റ്റാച്യു അദ്ദേഹവും സിന്ധു ശശിയാണ് ഉദാഹരണമുണ്ട്. എം ആർ ഗോവിന്ദേട്ടൻ ഞാനും സെക്രട്ടറി രാവിലെ മുതൽ ആറ്റുകാലും എല്ലാ സ്ഥലങ്ങളിലും ഞങ്ങൾ പോയി മെഡിക്കൽ കോളേജ് പേരുകൂടെയൊക്കെ അവിടെയൊക്കെ ക്ലീൻ ആയി കഴിഞ്ഞു. 20% സ്ഥലത്ത് ഇട റോഡുകളിൽ നിന്ന് മാലിന്യം മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇത്രയും കൃത്രിമമായ പെയ്യുമെന്ന് പറഞ്ഞ് കൃത്രിമമായ പെയ്ച്ചു നഗരം വൃത്തിയാക്കി തുടങ്ങി. ഇനിയെല്ലാം 280 ലോഡ് വെള്ളം സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. അത് നഗരത്തിൻ്റെ പല ഭാഗങ്ങളിൽ പോകും. വെള്ളം പല സ്ഥലങ്ങളിലേക്ക് പോവുകയാണ്. അപ്പോൾ അതുകൂടി കഴിയുമ്പോഴേക്കും നഗരം പൂർണ്ണമായും സജ്ജമായി കഴിയും. യാതൊരു സംശയമില്ല. വളരെ നല്ല ഏറ്റവും കൂടുതൽ ആൾക്കാർ ചരിത്രത്തിൽ വന്ന പൊങ്കാലയാണിത്. അതിന് തന്നെ ഏറ്റവും റെക്കോർഡ് സമയം കൊണ്ട് തന്നെ എല്ലാം പൂർത്തിയാക്കാൻ കഴിഞ്ഞു. വളരെ സന്തോഷമുണ്ട്, നന്ദിയുണ്ട്. കുറച്ച് വൈകിയോ? നേരത്തെയാണ് ഞാൻ ചോദിക്കട്ടെ, ഞാൻ മുമ്പത്തെ കുറിച്ചൊന്നും പറയുന്നില്ല. എന്തായാലും നേരത്തെയാണ്, മുൻപത്തേക്കാൾ നേരത്തെ 8:30 ആയപ്പോഴേക്കും തന്നെ നഗരം ക്ലീൻ ആക്കി കൃത്രിമമായി പെയ്യാൻ സാധിച്ചു എന്ന് പറയുമ്പോൾ ഇത്രയും നേരത്തെ എനിക്ക് തോന്നണേ ഇത്രയും ആൾക്കാർ വന്ന പൊങ്കാല കഴിഞ്ഞിട്ട് ഇത്രയും നേരത്തെ 8 മണി കഴിഞ്ഞപ്പോൾ തന്നെ നഗരം വൃത്തിയായി കഴിഞ്ഞു. 8:30 ആയപ്പോഴേക്കും കൃത്രിമ മഴയും പോയി ചെയ്യുന്നു. ഇത്രയും ആൾക്കാർ വന്നിട്ട് ഇത്രയും നേരത്തെ തീരുന്നത് വലിയൊരു ചട്ടം തന്നെയാണ് ശ്രദ്ധിച്ചിരിക്കുന്നത്. ആരൊക്കെ ഉപയോഗിച്ച കട്ട സംബന്ധിച്ച ആരോപണം ഇപ്പോഴും ഇപ്പൊ പണ്ട് അവരെ ഇതേപോലെ മാതൃക ഉണ്ടെന്നപ്പോൾ കളിയാക്കി ഞാൻ അതിൽ പറയാം. ഈ ചുമ്മാ വെറുതെ ഈ സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും എഴുതി വിട്ടിട്ട് കാര്യമില്ല. അതായത് അതിലൊരു ആശങ്കയും വേണ്ട, ഒരു കൺഫ്യൂഷനും ഇല്ല. നടത്തിക്കൊണ്ടിരുന്ന ഒരു പ്രക്രിയ, അത് ഞങ്ങൾ ഏത് ഭാഗം മാത്രമാണ് എടുത്തത്? പാവപ്പെട്ട ആൾക്കാർക്ക് വീട് വയ്ക്കാൻ കട്ട കൊടുക്കുന്നു എന്നുള്ള ഒരു പ്രയോഗം അല്ലെങ്കിൽ ആ ഒരു രീതി, അത് ഞങ്ങളൊന്ന് നോക്കാം. പക്ഷേ കണക്ക് നോക്കുമ്പോഴേക്കും ഇന്നലെയൊക്കെ നോക്കിയപ്പം എനിക്ക് വേറെന്നുള്ളതിൽ എനിക്ക് മനസ്സിലാകുന്നത് ഒരു 10 ലക്ഷം രൂപ വരെ ഈ കട്ട മാറ്റാൻ വേണ്ടി മാത്രം ലേബർ ആവുന്നുണ്ട്. അപ്പോൾ അത്രത്തോളം കല്ല് ലഭിക്കുന്നുണ്ടോ, ഇത്ര പേർക്ക് കൊടുക്കാൻ സാധിച്ചു, ആ കണക്കുകളൊക്കെ ഒന്ന് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ആർക്കെങ്കിലും പ്രയോജനപ്പെടുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങളായിട്ട് അതിന് തടസ്സപ്പെടുത്തേണ്ടെന്ന് പരീക്ഷണാർത്ഥം ഇത്തവണ ചെയ്ത് നോക്കിയതാണ്. ആദ്യം നമ്മുടെ സ്ഥലമല്ല, കല്ലെടുത്ത് വയ്ക്കാൻ അവിടെ പോയി. പൊങ്കാല അവസാനിച്ചിരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട റോഡ് ക്ലീനിങ്, മറ്റ് ഇടറോഡുകളടക്കം ക്ലീൻ ചെയ്യുന്ന നടപടികളിലേക്ക് കോർപ്പറേഷൻ നേരത്തെ തന്നെ കടന്നു. എങ്ങനെ ഉണ്ടായിരുന്നു ഇന്ന് കഴിഞ്ഞ വർഷത്തെ വെച്ച് നോക്കുമ്പോൾ ജോലിയൊക്കെ എളുപ്പം ഉണ്ടായിരുന്നു? പൊങ്കാല കൂടുതലായിരുന്നു, കഴിഞ്ഞ പ്രാവശ്യത്തെക്കാൾ ഇവിടെ കണ്ണമ്പല കൂടുതലായിരുന്നു. എല്ലാ സൗകര്യങ്ങളും കിട്ടിയായിരുന്നു? നല്ലതായിട്ട് പോകുന്നു, കുഴപ്പമില്ല, നല്ലതായിട്ട് പോകുന്നുണ്ട്. നമുക്ക് എല്ലാ സൗകര്യവും നമുക്ക് തന്നായിരുന്നു. വേറെ പറഞ്ഞ സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്ത് തന്നായിരുന്നു? കഴിഞ്ഞ വർഷത്തെ വെച്ച് നോക്കുമ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു? ഈ വർഷം നല്ലതായിരിക്കും, നല്ലതായിട്ട് പോകുന്നു. കഴിഞ്ഞ പ്രാവശ്യത്തെ അങ്ങോട്ട് പൊങ്കാല കൂടുതലായിരുന്നു ഈ കണ്ണമൂല വാർഡിലല്ലോ. ബാക്കിയുള്ള സജ്ജീകരണങ്ങളെല്ലാം ക്ലീൻ ചെയ്യാനുള്ള എക്യുപ്മെന്റ്സ് ആയാലും ഈ സാധനങ്ങളെല്ലാം കിട്ടിയായിരുന്നു, എല്ലാം കിട്ടിയായിരുന്നു. മെയിൻ ഓഫീസിൽ നിന്ന് എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്തു തരുന്നുണ്ട്. ഫുഡ് ഉൾപ്പെടെ നമുക്ക് വെള്ളം, ഫുഡ് എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നു. നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഹരിതകർമ്മസേന നമ്മളെ ഇതിൻ്റെ കൂടെ സഹായിക്കാൻ വേണ്ടിയിട്ട് പ്ലാസ്റ്റിക് കുപ്പി എല്ലാ സാധനവും പ്രത്യേകം മാറ്റി നമ്മളെ നല്ല രീതിയിൽ സഹായിക്കുന്നുണ്ട്. അതുപോലെ നമ്മളോട് ഇങ്ങനെ നമ്മളെ റൂട്ടിലുള്ള സാറ് നമ്മളെ ആ രീതിയിൽ നമ്മളെ കെയർ ചെയ്ത് കൊണ്ടുപോകാൻ സാറ് കൂടുതൽ ശ്രമിക്കുന്നുണ്ട്. എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നേരിട്ടാണ്? ഇല്ല, വേറെ ബുദ്ധിമുട്ടുകളായിട്ടൊന്നുമില്ല. എല്ലാം നമുക്ക് കറക്റ്റ് എല്ലാ കാര്യങ്ങളും കറക്റ്റായി നടന്നു പോകുന്നു. കഴിഞ്ഞ വർഷത്തിനെക്കാട്ടി കുറച്ചും കൂടെ സ്പീഡപ്പായിട്ട് നമുക്ക് കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നുണ്ട്. പൊങ്കാല കൂടുതലുള്ള സ്ഥലങ്ങളിൽ നമുക്ക് ഇത്തിരി ബുദ്ധിമുട്ടായിരുന്നെങ്കിലും ആൾക്കാരുള്ളതിൻ്റെ പേരിൽ നമുക്ക് പെട്ടെന്ന് കാര്യങ്ങളൊക്കെ നടന്നു പോകും. നമ്മളൊരു പ്ലാൻ സാറിനും കൂടെ ആയിട്ട് തീരുമാനിച്ചൊരു പ്ലാനിങ് എടുത്ത് നമ്മൾ ആ രീതിയിൽ കവർ ചെയ്ത് പോകും. ഇനിയിപ്പോൾ ഇവിടുന്ന് ഇനി കുറച്ച് സ്ഥലം കൂടെ നമുക്ക് കവർ ചെയ്യാനുണ്ട്. എത്രയും പെട്ടെന്ന് നമ്മൾ തീർക്കാനുള്ള തീരുമാനത്തിലാണ്. ഒരു മാസം മുമ്പ് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. സർക്കിൾ തലത്തിൽ, വാർഡ് തലത്തിലെല്ലാം ക്ലീനിങ് എല്ലാം നമ്മൾ ചെയ്തു. ബഹുമാനപ്പെട്ട മേയറുടെയും ബഹുമാനപ്പെട്ട ഹെൽത്ത് ഓഫീസറുടെയും ബഹുമാനപ്പെട്ട HSൻ്റെയും സർക്കിൾ HIയുടെയൊക്കെ നിർദ്ദേശപ്രകാരം ജീവനക്കാരെ നിയോഗിച്ച് നമ്മൾ സർക്കിൾ തലത്തിൽ ശുചീകരണ ജോലികളെല്ലാം കഴിഞ്ഞു. പിന്നെ നമുക്കിപ്പം അവിടുന്ന് എക്യുപ്മെൻറ്റ്സ് എല്ലാം കിട്ടി. ജീവനക്കാർക്ക് എല്ലാ സാധനങ്ങളും നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഫുഡ്, വെള്ളം ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് നമുക്ക്
മെയിൻ ഓഫീസ് നമുക്ക് അനുവദിച്ചു തന്നിട്ടുള്ളത്. അത് ഇത്രയും കൊടുക്കുന്നുണ്ട്. പിന്നെ അവർക്ക് പണി സാധനങ്ങളെല്ലാം കൊടുക്കുന്നുണ്ട്. പിന്നെ ഏറ്റവും എടുത്ത് പറയത്തക്ക കാര്യം എന്ന് വെച്ചാൽ ഈ വർഷം നമ്മൾ ഹരിതകർമ്മസേനയെ ഉപയോഗിച്ച് സെഗ്രിഗേഷൻ ചെയ്തു. പ്ലാസ്റ്റിക് തൂക്കുമ്പോൾ സമയത്ത് തന്നെ കുപ്പി സെപ്പറേറ്റ് ആയിട്ടും പ്ലാസ്റ്റിക് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ സെഗ്രിഗേഷൻ ചെയ്തിട്ടുണ്ട്. ഇപ്പം നിലവിലിപ്പം നമ്മളിവിടെ നിൽക്കുമ്പോൾ വരമ്പശ്ശേരി നിൽക്കുമ്പോൾ തന്നെ ഇപ്പോൾ 13 ചാക്ക് പ്ലാസ്റ്റിക് നമുക്ക് കിട്ടിയിട്ടുണ്ട്.